ചേർന്ന് വിലയേറിയ വാക്കുകൾ നമ്മളോട് പങ്കുവച്ചതിൽ we are so grateful to you. Thank you very much once again. He's checking his time. I hope you can reach there on time. Well, up next, ഇനി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് he came to us through a bunch of comic characters. നമ്മളെല്ലാവരെയും ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളിലൂടെയാണ് നമുക്ക് മുന്നിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. But then we saw his evolution as a wonderful actor. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ്, വില്ലൻ റോൾസ് എല്ലാം നമുക്ക് നൽകിയ നമ്മുടെ സ്വന്തം അജു വർഗീസ്. With a big round of applause, ladies and gentlemen, let's welcome Aju Varghese on stage. നമസ്കാരം. ഐഡൻറ്റിറ്റി വളരെ സ്പെഷ്യലാണ് എനിക്ക്. അതിന് ഞാൻ ആദ്യമേ നന്ദി പറയുന്നത് എൻ്റെ സംവിധായകരായ അഖിലിനും അനസനുമാണ് എന്നെ ഈ പടത്തിൽ ചൂസ് ചെയ്തത്. അവരുടെ ആ ധൈര്യം കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത രാജു സാറിനും ഞാൻ നിങ്ങളുടെ നന്ദി പറയുന്നു. കാര്യം പ്രൊഡ്യൂസറും സമ്മതിക്കണം. ഇപ്പോൾ ഇതിലോട്ട് വന്ന എന്താ പറയുക, നമ്മളുടെ എല്ലാം മലയാളികളുടെ എല്ലാ അഭിമാനമായ നമുക്കറിയാം കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് സാറിനെ കാണാൻ സാധിച്ചതിലും ഇങ്ങനൊരു സിനിമയിൽ അദ്ദേഹം കോൺഫിഡൻസ് അർപ്പിച്ച് ഈ ഒരു വേദിയിൽ മീഡിയയോട് താങ്കൾ ഇങ്ങനെ ശക്തമായി പറയുമ്പം അത് തീർച്ചയായിട്ടും പ്രേക്ഷകനുണ്ടാകുന്ന ഒരു കോൺഫിഡൻസും നമുക്ക് തിയേറ്ററിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഞാൻ തീർച്ചയായിട്ടും ഐ ബിലീവ് ഇൻ ഇറ്റ്. പിന്നെ തീർച്ചയായും പറഞ്ഞാൽ നമ്മുടെ ഒക്കെ വളരെ പരിചിതമായ ആക്ടറാണ് വിനയ് റോയ് സാർ. അദ്ദേഹത്തിനോടൊപ്പം കോമ്പിനേഷൻ സീൻസ് ചെയ്യാൻ കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. തൃഷ മാം. ഫൈനലി കമ്മിങ് ടു മൈ ബ്രദർ ഫ്രണ്ട് ടൊവിനോ തോമസ്. പറയാൻ വേറൊന്നുമല്ല, ഇതിനു മുമ്പ് എൻ്റെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിൽ ഞാൻ ഭാഗമായത് ARM ആയിരുന്നു. അത് അദ്ദേഹം ആ കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം 2018 അതും അദ്ദേഹം കടമ്പ ചാടി. അതിനും ഞാൻ ഭാഗമായ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രം മിന്നൽ മുരളിയായിരുന്നു. അതും അദ്ദേഹം കടമ്പ ചാടി. സോ ബാക്കി ഞാൻ പറയുന്നില്ല, ദൈവം കൂടെ ഉണ്ടാവട്ടെ. രവി സാർ, താങ്ക് യു സോ മച്ച്. സോ ഹാപ്പി ടു സീ യു ഹെൽത്തി ആൻഡ് ഫിറ്റ്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. സുജിത് സാർ നമസ്കാരം. ബാക്കി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ മാനേജ്മെൻറ്റ് ആൻഡ് അനസ് ആൻഡ് അനിൽ, നിങ്ങളോട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷവും നന്ദിയും ഇതാണ്. ഈ ക്യാരക്ടർ എനിക്ക് സിനിമ കണ്ട് പ്രേക്ഷകർ എന്ത് പറയുക എന്നതിനേക്കാൾ ഉപരി ഒരു നടൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് തന്ന കോൺഫിഡൻസ് മുന്നോട്ടുള്ള സിനിമകൾ ഒരുപാട് എനിക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. താങ്ക് യു മാം. താങ്ക്സ് സോ മച്ച്. Thank you. Thanks a lot, Aju Varghese. And moving on, ഇനി കാസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ ഐ തിങ്ക് വേദിയിൽ വന്ന എല്ലാവരും വിശാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ മൂവിയുടെ റൈറ്റർ ആൻഡ് ഡയറക്ടേഴ്സ് രണ്ടുപേരെയും കുറിച്ചാണ്. സോ അവരെ വേദിയിലേക്ക് വെൽക്കം ചെയ്തതിന് ശേഷം നമ്മുടെ കാസ്റ്റിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുകയാണ്. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ബോത്ത് ഓഫ് ദം ഹാവ് ബീൻ ഹിയർ വിത്ത് എ ജെന്റൽ സ്മൈൽ ഓൺ ദെയർ ഫേസ്. നമ്മുടെ ആർക്ക് ആദ്യം മൈക്ക് കൊടുക്കണം? ടു ഹൂം ഷുഡ് ഐ ഗിവ് മൈക്ക് ഫസ്റ്റ്? രണ്ടുപേരും മൈക്ക് മേടിക്കുന്നില്ല. നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പ്രത്യേകമായൊരു മൊമെൻ്റാണിത്. ഞാൻ ഒട്ടും സംസാരിക്കാൻ പ്രിപ്പയർഡായിട്ടല്ല ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്പെഷ്യലായ ഒരു സിനിമയാണ് ഐഡൻറ്റിറ്റി. അത് എൻ്റെ ആദ്യ സിനിമയായ സെവൻത് ഡേയും ഫോറൻസിക് സ്പെഷ്യലാണെങ്കിലും അതിനേക്കാളും ഒരുപാട് രീതിയിൽ സ്പെഷ്യലായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ യാത്രയുമെല്ലാം. അപ്പോൾ എനിക്ക് അധികമൊന്നും സംസാരിക്കാനില്ല. ഈ സിനിമയിൽ ഇപ്പം നിങ്ങളെല്ലാം കാണുന്ന പോലെ ടൊവിനോ, വിനയ് റോയ്, തൃഷ മാം ഇവരെല്ലാം ഇവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുമ്പോൾ ടൊവിനോ 2018 തല്ലുമാലയും മിന്നൽ മുരളിയും ഒക്കെ കഴിഞ്ഞു. വിനയ് സാർ ഹനുമാൻ കഴിഞ്ഞു. തൃഷ മാം പൊന്നിയിൻ സെൽവൻ 1ഉം 2ഉം ലിയോയും ഒക്കെ കഴിഞ്ഞ് അവരുടെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുന്ന ഈ 3 സ്റ്റാർസ് ഈ സിനിമയുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് അത് കഥ കേട്ടപ്പോൾ മുതൽ ഇന്നത്തെ ഈ ഒരു പ്രൊമോഷൻ്റെ ഇവൻറ്റ് വരെ എല്ലാ രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്ന സമയത്തും അവർ ഒരു 10 മാസത്തെ ഷൂട്ടിനിടയ്ക്ക് എല്ലാ കണ്ടിന്യൂറ്റിയും എല്ലാം നിർത്തി മറ്റൊരുപാട് കമ്മിറ്റ്മെൻറ്റ്സുകൾക്കിടയിലും ഞാൻ എൻ്റെയും അനസ്കാൻ്റെയും ഈ സിനിമയുടെയും കൂടെ നിന്നു എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സിനിമയുടെ വലിപ്പത്തിന് ഒരു വലിയ കാരണമാണ്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഷമീർ തിലകൻ, അജു ചേട്ടൻ, ഒരുപാട് സ്റ്റാർസ് ഇവിടെ ഇരിക്കുന്ന ധ്രുവൻ, അർച്ചന, എല്ലാവരും ഉള്ള ഒരു എൻസെമ്പിൾ കാസ്റ്റുള്ള സിനിമയാണ് ഐഡൻറ്റിറ്റി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ CJ റോയ് സാറും ഡ്രീം ബിഗും രാജു സാറും ഒക്കെ എല്ലാ തവണയും എക്സൈറ്റഡായി ഈ സിനിമയുടെ കൂടെ നിന്നത് ഒരിക്കലും എന്നെയും മനസ്കാനെയും കണ്ടിട്ടല്ല എന്ന് എനിക്കറിയാം. അത് ഇതിനു മുമ്പ് സംസാരിച്ച പോലെ ഈ സിനിമയുടെ സീക്വൻസുകൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഈ മുഴുവൻ സിനിമ കണ്ടിട്ടാണ്. അതിനു പിന്നിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. എൻ്റെ ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതാണ് അതിന് കാരണം.
അവരുടെ എല്ലാവരുടെയും പേരുകൾ പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഡിയർ ബ്രദർ സിനിമാറ്റോഗ്രാഫർ അഖിൽ ജോർജ്, എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള ചമൻ, എൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ അനീസ് നാടോടി, ജെയ്ക്സ് ബിജോയ്, അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിന്ന മേക്കപ്പ് പ്രോഡക്ട്സ് ഗായത്രി, ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ടീമിൻ്റെ ഭാഗമായി നിന്ന എല്ലാവരും, ജോബ്, എല്ലാവരും, നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു ടീസർ ലോഞ്ചിൻ്റെ ഇവൻ്റ് ഉണ്ടായത്. ഇന്ന് ഈ സിനിമയുടെ കൂടെ ഇത്രയും ക്യാമറകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും എടുത്ത എഫേർട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആക്ഷൻ ഡയറക്ടേഴ്സ് ഞാൻ മറന്നുപോയി, യാനിക് ബെൻ, ഫീനിക്സ് പ്രഭു, എല്ലാവരും ഇതിൻ്റെ സൗണ്ട് ചെയ്യുന്ന രാജാകൃഷ്ണൻ സർ, അവർ ഇന്നലെയും പുഷ്പയുടെ ഇടയ്ക്കും ഐഡന്റിറ്റിയുടെ ടീസർ മിക്സ് ചെയ്ത് എനിക്ക് തന്ന ആളുകളാണ്. അതുപോലെ സച്ചിൻ സുധാകർ, ഒരു സെറ്റ് ഓഫ് ടെക്നീഷ്യൻസ് എൻ്റെ കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഇന്നത്തെ ഈ സിനിമ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. സോ അവരും കൂടി എല്ലാ രീതിയിലും ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഇവൻ്റാണിത്. അവർക്കെല്ലാവർക്കും, നിങ്ങളെല്ലാവരും എനിക്കറിയാം, എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻ്റ് ഇതാണ്. ഈ സിനിമ ജനുവരി ആദ്യ ആഴ്ച തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും പറയാൻ മറന്നുപോയി, ആൻഡ്രൂ മൈൻസ്റ്റീൻ, എൻ്റെ ഒരു 1000-ഓളം CG ഷോട്ടുകൾ അവരാണ് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ ടാലൻറ്റ് ഓഡിയൻസ് കാണാൻ പോകുന്ന ഈ ജനുവരി ആദ്യ ആഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിലെനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഞാൻ പറയാൻ അവസാനത്തേക്ക് ബാക്കി വെച്ചത് ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത്രയും വലിയൊരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ, ഈ സിനിമയുടെ കഥ ആദ്യമായി പറയുന്ന സമയം മുതൽ വിശ്വസിച്ച് എൻ്റെ ഒരു മൂത്ത സഹോദരനെ പോലെ കൂടെ നിന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാജു സാർ എന്നും മനസ്സിലുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയെ കണ്ട് ഈ സിനിമയുടെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കാൻ ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾക്ക് നിൽക്കുന്ന ഒരു സമയത്ത് ഒരു 4 ദിവസം മുൻപാണ് ഞാൻ CJ റോയ് സാറിനെ ടൊവിനോ പറഞ്ഞതിൻ്റെ ഭാഗമായി ബാംഗ്ലൂർ പോയി കാണുന്നത്. അന്ന് എന്നെ ഒന്നും ഒട്ടും ട്രാവൽ ചെയ്യിപ്പിക്കാതെ ബാംഗ്ലൂരിൽ നിന്ന് തൊട്ടടുത്ത് നിങ്ങൾ കൊച്ചിയിലേക്ക് വരണ്ട, ബാംഗ്ലൂർ നമുക്ക് കാണാമെന്ന് പറയുകയും ഫ്യൂ സിനിമ കണ്ട് 1 മണിക്കൂറിൽ ഇൻട്രാക്ഷൻ കൊണ്ട് ഐഡന്റിറ്റി എന്ന് പറയുന്ന സിനിമയിൽ ഒരു വലിയ ഭാഗമാകാൻ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കാണിച്ചത് വളരെ വലിയൊരു ധൈര്യമാണ്, വളരെ വലിയൊരു പിന്തുണയാണ്. താങ്ക് യു സോ മച്ച് സർ. അതുപോലെ തന്നെ ഈ സിനിമ വിതരണത്തിൽ എത്തിയിരിക്കുമ്പോൾ എനിക്കറിയാം അതിൻ്റെ തുക എത്രയാണെന്ന്. ഒരു മലയാള സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വലിയ തുക സിനിമ മുഴുവൻ കണ്ട് ഡ്രീം ബിഗും ശ്രീ ഗോകുലവും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ കൂടെ ഫലമായിട്ടാണ് നമുക്കെല്ലാവർക്കും ഇന്ന് ഇത്രയും അഭിമാനത്തോടെ, ഇത്രയും സന്തോഷത്തോടെ ഈ സിനിമ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്. സോ എൻ്റെ കൂടെ നിന്ന ഈ യാത്രയിൽ കഴിഞ്ഞൊരു 1.5 വർഷത്തെ ഷൂട്ടിനുമിടയ്ക്ക് നിന്ന എല്ലാ ആളുകളെയും, ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയെന്ന് എനിക്ക് വളരെയധികം ആലോചനയുണ്ട്. ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല ഈ സ്റ്റേജിൽ നിൽക്കുന്നു. എല്ലാ ആളുകളെയും മനസ്സിലോർത്തുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരെയും വളരെ എക്സൈറ്റഡായി ജാനുവരി ആദ്യ ആഴ്ചയിലെ ഐഡന്റിറ്റിയുടെ റിലീസിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ടീസർ നിങ്ങൾ എന്താണോ കണ്ടത് അത് ആ പ്രോമിസ് ഞങ്ങൾ നിറവേറ്റും ജാനുവരി ആദ്യ ആഴ്ച. താങ്ക് യു സോ മച്ച്. നമസ്കാരം. അതുപോലെ ഇതൊരു യുണീക്ക് സബ്ജക്റ്റ് ആയിരുന്നു. ഇത് ഫോറൻസിക്കിനെക്കാളും എന്തുകൊണ്ടും സ്കെയിലിലും സ്കോപ്പിലും അംബിഷനിലും വളരെ വലിയൊരു ചലച്ചിത്രമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇത് റിയലൈസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് എല്ലാവരുടെ പേരുകൾ അതിൽ ഓൾറെഡി പറഞ്ഞു. ഒരു അമേസിങ് ടീം. അപ്പോൾ അതിലെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് രാജമല്യൻ സർ, ഡോക്ടർ CJ, പിന്നെ ഓഫ്കോഴ്സ് നമ്മുടെ കാസ്റ്റ് ടോബി, വിനയ് സർ, തൃഷ, എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ബാക്കി നമുക്കിനി സ്ക്രീനിൽ കാണാം. ആൻഡ് താങ്ക് യു. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഞാൻ ഈ ഇവന്റിലേക്ക് ഒരാളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ, എൻ്റെതായ രീതിയിൽ ഈ സിനിമയുടെ ക്രൂ മെമ്പർ അല്ലാതെ. എൻ്റെ ആദ്യ സിനിമയുടെ നിർമ്മാതാവ് ഷിബുചേട്ടൻ രാജുവേട്ടനുമാണ്. TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഞാനൊരു നീല വയലറ്റ് പേപ്പർ സ്ക്രിപ്റ്റുമായി വന്ന സമയത്ത് എന്നെ വിശ്വസിച്ചത്. നിങ്ങൾ 10 വർഷം മുമ്പ് കാണിച്ച വിശ്വാസമാണ് എന്നെ ഇവിടെ നിർത്തിയത്. സോ ഇവന്റിലേക്ക് ഞാൻ ക്ഷണിച്ച എൻ്റെ ഒരേ ഒരു അതിഥി ഷിബുചേട്ട. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു. സ്റ്റേജിൽ നിന്ന് വേഗം ഇറങ്ങി പോകാനുള്ള ധൃതിയിലാണെന്ന് അറിയാം. ബട്ട് സ്റ്റിൽ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ ഫോറൻസിക് വിനോ ത്രില്ലർ ടൈപ്പ് ഓഫ് മൂവിയാണ്. അഗെയിൻ ഇതും നമുക്ക് ആ ഒരു ജോണർ തന്നെയാണ് റിഫ്ലക്റ്റ് ആയി കിട്ടുന്നത്. വൈ യു ആർ ഒബ്സെസ്ഡ് വിത്ത് ത്രില്ലേഴ്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡു യു ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ്? എല്ലാ കാലത്തും എനിക്ക് മനസ്സിലാകുന്ന കോളേജ് മുതലേ ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെങ്കിലും. ഇപ്പോൾ ഫോറൻസിക്കിലാണെങ്കിൽ ഞങ്ങൾക്ക് ചൈൽഡ് സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, ഡബിൾ DNA ഉണ്ടായിരുന്നു, ടച്ച് DNA ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒറിജിനൽ എലമെൻറ്റുകൾ ഞങ്ങളെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കാറുണ്ട്. അത് ബീങ് ഫിലിം മേക്കേഴ്സ് ഞങ്ങൾക്കത് വളരെ വലിയ പ്രചോദനമാണ്. ഈ ഒരു 1.5 വർഷം ഇത്ര
ഇത്രയും വലിയൊരു ജേണി ഞങ്ങൾക്ക് പോകാൻ ഞങ്ങളെ എപ്പോഴും പ്രചോദിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ആദ്യം തോന്നുന്ന ആ 1-2 എലമെൻറ്റുകളാണ്. ഞങ്ങളതിനെ ഒറിജിനൽ ഐഡിയാസ് എന്നാണ് ഞങ്ങൾ സ്വയം വിശ്വസിക്കുന്നത്. അതുപോലെ 1-2 ഐഡിയകളാണ് ഈ സിനിമയുടെ. ഞാനൊരിക്കലും ഈ സിനിമയുടെ ഔട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആണെങ്കിൽ ഈ ജേണി ഒരിക്കലും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് എല്ലാവരും എൻ്റെ കൂടെ നിന്നാൽ പോലും എനിക്ക് ആ ജേണി അങ്ങനെ അത്രയും ഓർത്തിരിക്കുന്ന ഒന്നല്ല. എങ്കിൽ പോലും ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത്, ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് ആ ഒരു ഒറിജിനൽ ഐഡിയാസ് ഒരു സിനിമയാക്കി വന്ന് ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പണ്ട് ഞാനെൻ്റെ നാട്ടിലും അനസ്കാരം ഞാനും കൊല്ലത്തും ഒക്കെ തിയേറ്ററിൽ പോയ പോലെ ഏതെങ്കിലും ഒരു പ്രേക്ഷകൻ ഒരു 150 രൂപ ടിക്കറ്റ് എടുത്ത് പോകുമ്പോൾ ആ ഒറിജിനൽ ഐഡിയയുടെ ഏറ്റവും മികച്ചൊരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ കാണുമ്പോൾ അയാൾ എക്സൈറ്റഡ് ആവും, അയാൾ കൈയടിക്കും, അയാൾ തിരിച്ചു പോയി കുറച്ച് പേരോട് പറയും എന്ന് പറയുന്ന ആ ഒരു സാധനം ഞങ്ങൾക്ക് തരുന്നൊരു സന്തോഷം ജീവിതത്തിൽ മറ്റൊന്നും തരാറില്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ നുറുങ്ങ് ഐഡിയകളും നുറുങ്ങ് പരിപാടികളായി ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു സോ മച്ച്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പരിപാടിയുടെ ലെങ്ത് കുറച്ച് നീണ്ടു പോകുന്നുണ്ട് അല്ലേ? എന്നാലും എനിക്ക് ഒരു 2 വാക്ക് പറയണം എന്നുണ്ട്. ഈ സിനിമ തീർച്ചയായിട്ടും സ്പെഷ്യലാണ്. അതിൽ ഒരു 2020 മുതൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് 2022 അതിൻ്റെ അഖിൽ. അപ്പോൾ അഖിൽ ആ സമയം മുതൽ 2020 മുതൽ വർക്ക് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണിത്. അപ്പോൾ ഇതൊരു സിനിമയായിട്ട് ഇപ്പോൾ റെഡിയാവുന്നു, അടുത്ത മാസം ഇറങ്ങാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഇതങ്ങനെ ഒരു എടുക്കാൻ അങ്ങനെ എളുപ്പമുള്ളൊരു സിനിമ ആയിരുന്നില്ല. അത് ഡയറക്ടർക്കാണെങ്കിലും ഇതിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സിനാണെങ്കിൽ കുറച്ച് നമുക്ക് നല്ല ഹെക്ടിക്കായിരുന്നു. കുറച്ച് അധികം സെറ്റപ്സിൽ കുറച്ചധികം സീനുകൾ അങ്ങനെ നമുക്ക് കുറേ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഈ എടുത്ത 131 ദിവസത്തിൽ ഒരു ദിവസം പോലും ഒരു റിലാക്സ്ഡ് ഷൂട്ട് ഉണ്ടായതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എല്ലാ ദിവസവും അത്യാവശ്യം ഹെക്ടിക്കായിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ ഇതിനു വേണ്ടിയിട്ട് നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡയറക്ടറുടെ ഡയറക്ഷൻ ടീമാണെങ്കിലും ഇതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആണെങ്കിലും ആർട്ടുകാർക്കാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണിയുണ്ടായിരുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്ക് നമുക്ക് പല പല സെറ്റുകളുണ്ടായിരുന്നു. അതൊക്കെ പല സമയത്ത് മാറ്റി വേറെ ആക്കണം, അത് കഴിഞ്ഞ് തിരിച്ചിതുപോലെ തന്നെ ആക്കണം. ഇതിനിടയ്ക്ക് ഫൈറ്റ് സീക്വൻസ് നടക്കുന്നുണ്ടെങ്കിൽ സെറ്റ് പൊളിയും, പിന്നെ ആ സെറ്റ് വീണ്ടും പണിയണം തുടങ്ങി എല്ലാ ദിവസവും നല്ല ഹെക്ടിക് ആയിട്ടുള്ള പണി ആ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ ഇൻഡിവിജ്വൽ ഒരു സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്ങും ഒക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ എല്ലാ ഡീറ്റെയിലും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന സമയത്ത് അത്രയും എഫേർട്ട് തീർച്ചയായിട്ടും ആ സിനിമയുടെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെക്നീഷ്യൻസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ അഖിൽ, ഞാൻ അങ്ങനെ ഇടയ്ക്ക് പറയും, പകുതി തമാശയായിട്ട് ഞാൻ പറയും, അഖിലൊക്കെ ഭയങ്കര സെൽഫിഷാണ്. പക്ഷെ അഖിലിന്റെ സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് ഈ സിനിമ നന്നാവണം എന്നുള്ളതാണ്. അപ്പോൾ അനസ് കുറച്ചും കൂടെ ഒരു സൈലന്റ് ടൈപ്പാണ്. നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാനെങ്കിലും പറ്റുന്ന ഒരാളാണ്. അഖിലിനെ നമ്മൾ ആ വർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇവൻ ഏത് വിധേനയും നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളതുണ്ട്. പക്ഷെ ആ സെൽഫിഷ്നെസ് തന്നെയാണ് ഞാൻ അഖിലിലും അനസിലും കണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി. കാര്യം അവരവരുടെ വീട്ടിലേക്ക് കാർ മേടിക്കാനോ വീട് മേടിക്കാനോ ഒന്നല്ലല്ലോ, ഈ സിനിമ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ സെൽഫിഷ് ആവുന്നത്. ആ സെൽഫിഷ്നെസ് അത്യന്തികമായിട്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തർക്കുമാണ് ഗുണം ചെയ്യുന്നത്. സോ താങ്ക് യു ഫോർ ബീങ് സെൽഫിഷ്. പിന്നെ ഞാൻ നമ്മളുടെ ഫോറൻസിക് എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അന്നും ഇന്നും ഒക്കെ ഉള്ള എൻ്റെ ട്രസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അഖിലും മനസ്സും ഉഴപ്പിയിട്ട് ഒരു സിനിമ മോശമായി പോവില്ല. അപ്പോൾ ആസ് എൻ ആക്ടർ നമ്മൾ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നത്, നമ്മൾ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല, ഈ സിനിമ മോശമാവാൻ ഇവർ സമ്മതിക്കില്ല. നല്ല പണിയെടുത്തോളും. നമ്മളെല്ലാവരും നല്ല പണിയെടുത്തിട്ട് സിനിമ പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്കതിൽ കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നല്ല ആത്മാർത്ഥമായിട്ട് എല്ലാവരും പണിയെടുത്തിട്ടുള്ള എല്ലാ സിനിമകളും നല്ലപോലെ വർക്കായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഞാൻ അത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിലെ പ്രൊഡ്യൂസേഴ്സ്, ആദ്യം രാജശേഖരനായിരുന്നു ഈ സിനിമ, രാഗ മൂവീസിൻ്റെ ബാനറിലായിരുന്നു. പിന്നീട് ഒരു ഘട്ടത്തിൽ CJ റോയ് സാർ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പും കൂടെ ഇതിൻ്റെ ഭാഗമായി. ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഇത്രയും ടെക്നീഷ്യൻസും ആക്ടേഴ്സും ഒക്കെ ഇത്രയും പണിയെടുക്കുന്ന സമയത്ത് ഈ പണിയെടുക്കാനുള്ള സാഹചര്യം ഒരുക്കി തരിക എന്ന് പറയുന്നത്
അത് പ്രൊഡ്യൂസർമാരാണ് ചെയ്തു തരുന്നത്. ഈ സിനിമയ്ക്ക് ഈ കഥയെയും ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോരുത്തരെയും വിശ്വസിച്ചുകൊണ്ട് ഇത്രയും അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയാണ്. അത് നമ്മളെ വിശ്വസിച്ച് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ രാജശേഖരം, അതുപോലെ ഈ സിനിമ കണ്ട് ഈ സിനിമയിൽ ഉള്ള ട്രസ്റ്റ് കൊണ്ടും പിന്നെ ഞങ്ങളോടൊക്കെയുള്ള സ്നേഹം കൊണ്ടും, അത് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല, സ്നേഹം കൊണ്ടും കൂടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന റോയ് സാറിനും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ സിനിമ തിയേറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ല ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തന്നെയാണ് ഒരു സിനിമയെ ആ സിനിമ എത്തേണ്ട എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ശ്രീ ഗോകുലം മൂവീസും അതുപോലെ ഡ്രീം ബിഗ് ഫിലിംസും ഇവർക്ക് നിങ്ങൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഒരു സിനിമയെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തേക്ക് എങ്ങനെയാണ് എത്തിക്കേണ്ടത്. സോ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനൊരു അസോസിയേഷനിൽ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്തുള്ള എൻ്റെ കോ ആക്ടേഴ്സ്, ഇപ്പോൾ വിനയ് സാറിൻ്റെ കൂടെയും കൃഷ്ണനാറിൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് ഇവരുടെയൊക്കെ സിനിമകൾ കുറേ കണ്ടിട്ടുള്ളതാണ്. എന്നെ കണ്ടാൽ ഏകദേശം അവരുടെ പ്രായമാണെന്ന് തോന്നുമെങ്കിലും ഞാൻ വളരെ യങ്ങാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ ഞാൻ തന്നെ ആലോചിക്കുകയാണ്, നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുമ്പോൾ, സ്കൂളല്ല അത് ഭയങ്കര ഓർമ്മ, കോളേജിൽ പഠിക്കുമ്പോൾ സിനിമകൾ കണ്ടുകൊണ്ടിരുന്ന അവരുടെയൊക്കെ കൂടെ നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് സിനിമ വന്നിട്ട് 12 വർഷമായെങ്കിലും ഇപ്പോഴും എനിക്ക് അങ്ങനെ ഞാൻ ഓരോ തവണ എന്നേക്കാളും സീനിയറായിട്ടുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്രയും എക്സൈറ്റ്മെൻ്റ് ആണ്. ആ എക്സൈറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ലൊക്കേഷനിലാണെങ്കിലും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റ് വലിയ ഇൻഡസ്ട്രികളിൽ നിന്ന് നമ്മുടെ ചെറിയ ഇൻഡസ്ട്രി എന്നേ പറയുന്നുള്ളൂ, മോശം എന്ന് പറയില്ല, നമ്മുടെ അലങ്കൻ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ബഡ്ജറ്റ് വൈസും അതിൻ്റെ മറ്റ് സെറ്റപ്പുകളുടെയൊക്കെ ഒരു ഇച്ചിരി കുറവ് നമുക്ക് ഉണ്ടെങ്കിലും അവിടെ അത്രയും കുറച്ച് എക്സ്ട്രാ വേക്കൻ്റ് ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന പണിയും നമ്മളുടെ എല്ലാവരുടെയും ആത്മാർത്ഥതയും കണ്ടിട്ട് നമ്മളിൽ ഒരാളായിട്ട് കൂടെ നിന്നതിന് വിനയ് സാറിനോടും തൃഷ മാമിനോടും വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് വിനയ് സാറും ഞാനും ഈ സിനിമയുടെ ഈ സിനിമ ഞങ്ങൾ ഫോറൻസിക് എന്നുള്ള സിനിമയുടെ കാസ്റ്റിംഗ് ക്രൂ കുറേ പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ ഓൾറെഡി സുഹൃത്തുക്കളായിരുന്ന ആൾക്കാർക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാവാനായിട്ടും കൂടുതൽ ആ സൗഹൃദങ്ങൾക്ക് ആഴം കൂടാനായിട്ടും പിന്നെ പുതിയ ഇതുപോലുള്ള നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകാനായിട്ടും ഈ സിനിമ കാരണമായിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിൽ വളരെ അടുപ്പമുള്ള, എപ്പോഴും ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്ന, അതായത് ഞങ്ങൾക്ക് അങ്ങനെ ബാക്കി ലോക കാര്യങ്ങളെക്കാളും ഒക്കെ സിനിമയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ സംസാരിച്ച് ഒരു ദിവസം ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ ഒരു 5 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ 4.25 മണിക്കൂർ നമ്മൾ കണ്ട സിനിമകളും അല്ലെങ്കിൽ ആ സിനിമകളിൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത എലമെന്റ്സും പെർഫോമൻസസും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയിലെ ചില സീക്വൻസുകളിൽ എനിക്ക് അതെങ്ങനെ പെർഫോം ചെയ്യണം അല്ലെങ്കിൽ അതിനെ എങ്ങനെ മോഡുലേറ്റ് ചെയ്യണം എന്ന ഡൗട്ട് വന്ന സമയത്ത് എനിക്ക് വളരെ ഈസിലി അപ്രോച്ചബിൾ ആയിരുന്നു വിനയ് സാർ. ഞാനും വിനയ് സാറും അനസും അതിലൊക്കെ കൂടെ ഇരുന്ന് നമ്മൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ, അതായത് അതിൽ ആ സീനിൽ വിനയ് സാർ ഇല്ല എന്നിട്ടും കൂടെ അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലും ഡിസ്കഷനിലൊക്കെ കൂടെ വന്നിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ ഗ്രേറ്റ് ഫ്രണ്ട്. താങ്ക് യു സോ മച്ച് ആൻഡ് എ ഗ്രേറ്റ് കോ ആർട്ടിസ്റ്റ്. പിന്നെ ഞാൻ ഓരോരുത്തരോട് പറയാം കാര്യം, എന്തായാലും ലാസ്റ്റ് ഞാനാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ സീനുകൾ ഉണ്ടായിരുന്നത് വിനയ് സാറും ഷമാമായിട്ടായിരുന്നു. പിന്നെ ഗോപികയും അർച്ചനയും ഇവർ രണ്ടുപേരായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സാണ് ഇവർ രണ്ടുപേരും ഈ സിനിമയിൽ. നല്ല രസമായിരുന്നു ഷൂട്ടെല്ലാം. അത് ഈ പറയുന്ന പോലെ കുറേ നല്ല, ഇതിനകത്ത് കഥ പറയാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ അഖിൽപ്പോട് മനസ്കാരം സിനിമകൾ എടുക്കുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റും സസ്പെൻസും നിറച്ചുള്ളതുകൊണ്ട് നമ്മളിതിൻ്റെ കഥയെ പറ്റിയിട്ട് സൈഡിൽ കൂടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതൊക്കെ പൊളിയാനുള്ള സാധ്യതകളുണ്ട്. കഥയിലേക്ക് അധികം കിടക്കാൻ പറ്റില്ല. പക്ഷേ ഭയങ്കര നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ധ്രുവനും ഈ പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ഒരുമിച്ച് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങൾ പണ്ടൊരു ജിമ്മിലാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾക്ക് പരിചയമൊക്കെ ഉണ്ട്. അപ്പോൾ ധ്രുവനുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി, അത് അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഒരുമിച്ച് സീൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഇതേപോലെ അവൻ ലൊക്കേഷനിൽ വന്നപ്പോൾ കുറേ സംസാരിച്ചു. അടിപൊളി, ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഗംഭീരമായിട്ട് വരട്ടെ. പിന്നെ ഇതിനകത്ത് ഇന്നിവിടെ അജുവേട്ടൻ ഞങ്ങൾ ഒരുമിച്ചാലൊക്കെ എല്ലാ പടവും അടിപൊളിയാണ്. അത്
ഭയങ്കര സന്തോഷമാണ്. നമ്മൾ വീണ്ടും വീണ്ടും ലൊക്കേഷനുകളിൽ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സിനിമകളുടെ സക്സസിന്റെ കഥകളാണ് എന്ന് പറയുന്നത് വളരെ രസമുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അടിപൊളി, താങ്ക് യു സോ മച്ച്. ഇനിയും കുറേ എണ്ണം ചെയ്യണം. ഈ സിനിമ നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച ആ സക്സസിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഷമ്മി ചേട്ടനുണ്ട്, പിന്നെ സുജിത് ശങ്കർ അദ്ദേഹമുണ്ട്, പിന്നെ വിശാഖ് നായരുണ്ട്, മന്ദിര ബേദിയുണ്ട്. എനിക്ക് അവരായിട്ട് ഡയറക്റ്റ് ഒരു സീനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മേ ബി ഇതിന് രണ്ടാം ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഏറ്റുമുട്ടേണ്ടി വരുമായിരിക്കും. പിന്നെ അതുപോലെ വിശാഖ് നായരുണ്ട്. പിന്നെ ആരൊക്കെയാണ് സിനിമകളുണ്ട്? അർജുൻ രാധാകൃഷ്ണനുണ്ട്. ഇപ്പോൾ വിശാഖും അർജുനും ഒക്കെ ആണെങ്കിലും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അവരും ഈ സിനിമയിൽ ചെറുതും വലുതുമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് വന്ന മിക്കവാറും ആൾക്കാർ നമ്മളുടെ സുഹൃത്തുക്കളാണ്. സ്വാതിയുണ്ട് ഈ സിനിമയിൽ, സ്വാതി ദാസ് പ്രഭു. അങ്ങനെ ഈ സിനിമ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതേസമയം തന്നെ ഈ സിനിമയുടെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അതിൻ്റെ ഞങ്ങളുടെ ഈ പറഞ്ഞ ഞങ്ങൾ ഡിസേർവ് ചെയ്യുന്ന ഫണ്ടും കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ദിവസം ഭയങ്കര ഹെക്ടിക് ഷൂട്ടാണെങ്കിൽ അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് എല്ലാവരും കൂടെ വട്ടോട്ടിരുന്ന് വർത്താനം പറഞ്ഞ് തമാശയും പറഞ്ഞ് ഗുഡായിട്ട് പറഞ്ഞ് നമ്മൾ പോകുള്ളായിരുന്നു. അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒരിക്കലും അങ്ങനെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സിനിമ ചെയ്യാനെന്നുള്ള കാരണം കൊണ്ട് നമുക്ക് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒറ്റ ദിവസം പോലുമില്ല. എല്ലാ ദിവസവും നല്ല വൃത്തിയായിട്ട് ഓർമ്മയുണ്ട്, അതെന്നും ഓർമ്മയിൽ ഉണ്ടാവുകയും ചെയ്യും. ഭയങ്കര രസമായിരുന്നു. ഇതിനകത്തുള്ള പ്രത്യേകിച്ച് ഫോറൻസിക് മുതലുള്ളതാണ് ബോബിയാണ് ബാക്കി അന്യഭാഷയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ മലയാളം പഠിപ്പിക്കുന്നതിൽ പ്രധാനം, കൂടെ അനസും. അപ്പോൾ എല്ലാവർക്കും നല്ല കട്ടപ്പടിയായിരുന്നു. അതുപോലെ നമ്മളെ നിങ്ങളെന്താണ് എന്നെ കുറിച്ച് ചേട്ടൻ വിളിക്കണം മിസ്റ്റർ അനീസ്കാരെ, ഞാൻ അനീസ്കാർ വിളിക്കുന്നു, പുള്ളി തിരിച്ചിട്ട് ചേട്ടൻ വിളിക്കുന്നു. മത്സരമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ആരാണ് ചെറുപ്പം എന്നുള്ളത്. ഞങ്ങൾ ലൂക്കയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ലൂക്ക ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുള്ളൊരു സിനിമ ആയതുകൊണ്ടും ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥ പറയുന്ന സിനിമ ആയതുകൊണ്ടും ഒരു ശരാശരി സിനിമയിലുള്ള ആർട്ട് ഡയറക്ഷനേക്കാൾ ഒരുപാടധികം വർക്കുള്ളൊരു സിനിമയായിരുന്നു. അതും വളരെ വൃത്തിയായിട്ട് ഫുൾ ഓഫ് ചെയ്തു അന്ന്. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങളുടെ വർക്ക് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാവട്ടെ, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഗായത്രി നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂമിന് അത്രയും ഈ പറഞ്ഞ ഈ സീനുകൾക്കെല്ലാം ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കളർ പാലറ്റും എല്ലാം കൃത്യമായിട്ട് അത് കോസ്റ്റ്യൂംസിലാണെങ്കിലും ആർട്ട് പ്രോപ്പർട്ടീസിലാണെങ്കിലും എല്ലാത്തിലും വന്നാലാണ് നമ്മൾ ആ കാണുന്നത്. നമുക്ക് ആ കാഴ്ചയിൽ തന്നെ ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള ഒരു വിഷ്വൽ അവിടെ ഉണ്ടാവുന്നത്. അതിന് ഗായത്രി ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അറിയാം. താങ്ക് യു സോ മച്ച്. പിന്നെ ഇതിനകത്ത് ഇന്ന് വരാത്ത രണ്ടാൾക്കാരുണ്ട്, എൻ്റെ വളരെ പ്രിയപ്പെട്ട രണ്ടാൾക്കാരാണ്. അഖിൽ ജോർജും അതേപോലെ തന്നെ ചമൻ ചാക്കോ. അഖിൽ എന്ന് പറഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഭയങ്കര മടിയനാണെന്ന് തോന്നുന്ന ഒരു ബോഡി ലാംഗ്വേജും എന്നാൽ ഭയങ്കര കഠിനാധ്വാനിയാണ്. പക്ഷെ അത് അവരിപ്പോഴും അറിയില്ല. അവരെപ്പോഴും വിശ്വസിക്കുന്നത് അവരൊരു മടിയനാണെന്നും എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞ അപ്പം തന്നെ തോളത്തെ ക്യാമറ എടുത്ത് വെച്ച് എല്ലാ കാട്ടിലും അവരാണ് കള ചെയ്യുന്നത്. അപ്പം പിന്നെ അവൻ എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരെപ്പോഴും അറിയില്ല അവരത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആളാണെന്ന്. പക്ഷെ വളരെ അടുത്തൊരു സുഹൃത്തുമാണ് എൻ്റെ. ഞങ്ങളൊരു 2011 ഒരുമിച്ച് അവൻ ഡയറക്റ്റ് ചെയ്തൊരു ഷോർട്ട് ഫിലിമിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്ന ഒരു സൗഹൃദമാണ്. അവിടെ നിന്നാണ് പിന്നെ ഞങ്ങൾ ഫോറൻസിക് ചെയ്തു, കള ചെയ്തു, 2018 ചെയ്തു, ഇപ്പോൾ ഐഡന്റിറ്റി ചെയ്തു. അതുപോലെ ചമൻ ഫോറൻസിക് സിനിമ ചെയ്യുന്ന സമയത്ത് ചമൻ ഒരു സ്പോട്ട് എഡിറ്ററായിരുന്നു. അപ്പം അന്നേ ചമനെ എല്ലാവരും ശ്രദ്ധിക്കും. കാര്യം നല്ല സെൻസുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അവരെ കുറേ കളിയാക്കുകയൊക്കെ ചെയ്യും നമ്മൾ പയ്യനായതുകൊണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് കള എന്നുള്ള സിനിമ വന്നപ്പോഴത്തേക്കും കളയിലൂടെ ചമൻ എഡിറ്ററായി. ആ എഡിറ്ററായ ചമൻ പിന്നീട് ചെയ്ത സിനിമകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2018 ചെയ്തു. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് ഞാൻ അവനെ മെസ്സേജ് പറയായിരുന്നു, എങ്ങനെയുണ്ടെന്ന ലൈഫ് ഇൻട്രസ്റ്റിംഗ് ആയില്ലേ, ഇപ്പൊ തിയേറ്ററിൽ ഓടുന്ന മുറ, ഹലോ മമ്മി, സൂക്ഷ്മദർശിനി എല്ലാത്തിൻ്റെ എഡിറ്റർ നീയാണല്ലോ, ബാക്കിയുള്ള എഡിറ്റർമാർക്കൂടെ ജീവിക്കണ്ടേ ഇൻഫ്ലുവൻസ്. അവനാണെങ്കിലും ഈ പറഞ്ഞ പോലെ വരും കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ വലിയ വിവരങ്ങളിലേക്ക് എത്താൻ സാധ്യതയുള്ള കഴിവുള്ള ഒരാളാണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് അവൻ തിരക്കുള്ള
ഒരു എഡിറ്ററായി മാറി എന്ന് പറയുന്നത് ആ വളർച്ച കാണാൻ സാധിച്ചത് സന്തോഷമുണ്ട്. പിന്നെ ആ സെറ്റിൽ പറയുമ്പോൾ സുശാന്ത് അങ്ങനെ നമ്മളുടെ കുറേ ജാൻ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നമ്മൾ ആദ്യം വൈറസിലാണ് ഒരുമിച്ച് വർക്ക് ചെയ്തത്. അതുപോലെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരുമായിട്ടുള്ള ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുള്ള ആൾക്കാരെ പറ്റിയാണ് ഞാൻ കൂടുതൽ പറയുന്നത്. പക്ഷെ അതല്ലാതെ ഞാൻ ഇപ്പോൾ ഈ 50 സിനിമ എൻ്റെ 51ാമത്തെ സിനിമയാണത്. ഇത്തരം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ പ്രൊഡക്ഷൻ ചേട്ടന്മാരും ലൈറ്റ് ചേട്ടന്മാരും നെയിൽ ചേട്ടന്മാരും തുടങ്ങി മേക്കപ്പിൽ ചേട്ടൻ ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള മേക്കപ്പ് മാൻ അത് റോളക്സ് സേവിയറാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരും തുടങ്ങി എനിക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളായിരുന്നു അവിടെ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. നമ്മൾ ഇത്രയും ഒരു ദിവസത്തോളം ഇവരെല്ലാവരെയും കാണുകയും ഇവരൊക്കെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരെക്കാൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനിൽ നിങ്ങളുടെ ഒപ്പമാണ്. അത് ഓരോ ദിവസവും വളരെ നല്ല എക്സ്പീരിയൻസസ് തരുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. പിന്നെ ഇതിനകത്തുള്ള ആക്ഷൻ ഡയറക്ടേഴ്സ്, ഇതിനകത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാനിക് എന്ന് പറയുന്ന ഫൈറ്റ് മാസ്റ്ററാണ്. പുള്ളി ഫ്രഞ്ചാണ് ശരിക്കും, പക്ഷെ ഹോങ്കോങ്ങിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണ്. പുള്ളി ഇവിടെ വർഷങ്ങളായിട്ട് ഇന്ത്യൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രൂ ഉണ്ടായിരുന്നു. അതും ഭയങ്കര നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലിമിറ്റ്സിനെ കൂടുതൽ പുഷ് ചെയ്യാനായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭയങ്കര എന്താ പറയുക, അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് നമ്മളെടുത്ത ഹാർഡ് വർക്ക് മുഴുവൻ അത് നമുക്ക് പേ ബാക്ക് കിട്ടും എന്ന് നമുക്ക് തോന്നുന്നു. അതിലൊരുപാട് സന്തോഷം. പിന്നെ ഫീലിങ്സ് പ്രഭു, അദ്ദേഹം ഇപ്പോൾ ARM വരെയുള്ള ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നരിവേട്ട എന്നുള്ള സിനിമ, അല്ലെങ്കിൽ കള, പിന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി, അങ്ങനെ നിരവധി സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആക്ഷൻ കൊറിയോഗ്രാഫറാണ് അദ്ദേഹവും ഗംഭീര വർക്കാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ടീമും അങ്ങനെ ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള ഓരോരുത്തർക്കും ഈ സിനിമയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ കഴിവിൻ്റെ പരമാവധി ഈ സിനിമയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരോടുള്ളൊരു നന്ദി പറയാൻ വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നു. ഒപ്പം ഇന്നിവിടെ വരികയും ഇത്രയും സമയം നമ്മളുടെ കൂടെ ഈ ഒരു ടീസർ ലോഞ്ച് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തീർച്ചയായിട്ടും നിങ്ങളാണ് ഈ ഞങ്ങളുടെ സിനിമ ഇങ്ങനെ ഇന്ന ദിവസം ഇതിൻ്റെ ടീസർ വരുന്നു അല്ലെങ്കിൽ ഇന്ന ദിവസം ഇറങ്ങുന്നു എന്നൊക്കെ ഉള്ളത് ആളുകളെ അറിയിക്കുന്നത് തീർച്ചയായിട്ടും മീഡിയയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ. ഇനി നിങ്ങൾ പരമാവധി തരത്തേക്കും ഒരു സിനിമ വരുന്നുണ്ട്, ഗംഭീര പരിപാടിയാണ് എന്ന് നിങ്ങൾ ഒന്ന് തരത്തേക്കും. ആ വാർത്ത അത് ഒരു തെറ്റായ വാർത്തയായിരിക്കില്ല, കാര്യം പടം നല്ല പടമായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഏകദേശം ഉറപ്പുണ്ട്. പക്ഷെ അത് ഞങ്ങളല്ല തീരുമാനിക്കേണ്ടത്. സിനിമ കണ്ട് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. film. Well, Raju sir, ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെയാണ് മലയാള സിനിമയുടെ ഗ്രോയിങ് ട്രജക്ടറി, അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് തന്നെ നമുക്ക് പറയാം. വാസ് ടോക്കിംഗ് വെരി വെൽ അബൌട്ട് ദാറ്റ്. ആൻഡ് ഓൾസോ ഈ സിനിമയ്ക്ക് വേണ്ടി കാസ്റ്റ് ആൻഡ് ക്രൂ എടുത്ത എഫേർട്ട്, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ ഓരോരുത്തരെയും പോയിന്റ് ഔട്ട് ചെയ്ത് Dr. C.J. Roy sir also speaks. So thank you so much. And you just said you watched the film, and now our curiosity has just leveled up, and we cannot wait to watch the film on theatres on January. Thank you so much once again. Yes. Oh, you missed her name, no? She's not here. But indirectly you would have definitely mentioned. So since that was not spoken on mic, നേരത്തെ സംസാരിച്ചപ്പോൾ തൃഷ മാമിന്റെ പേര് മാത്രമാണ് മിസ് ചെയ്തത്. And now he is saying that she has also done a wonderful job. Yes. Anyone else left? You have covered everybody, right? Thank you. Thanks a lot once again. So now moving on, ladies and gentlemen, as was mentioned earlier, All India distribution identity നിർവഹിച്ചിരിക്കുന്നത് ശ്രീ ഗോകുലം മൂവീസ് ആണ്. ആൻഡ് ശ്രീ ഗോകുലം മൂവീസിന് വേണ്ടി ഡ്രീം ബിഗ് ഫിൽംസ് ആണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത്. I already told at the beginning that കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ഫേമായി മാറിയിരിക്കുകയാണ് ശ്രീ ഗോകുലം മൂവീസ്. All
അതർ ലാംഗ്വേജസ് ലൈക്ക് അന്യഭാഷാ ചിത്രങ്ങളെല്ലാം നമുക്ക് സമ്മാനിക്കുന്നത് ശ്രീഗോകുലം മൂവീസാണ്. ടു നെയിം എ ഫ്യൂ, പൊന്നീൻ സെൽവൻ, ജവാൻ, ജയിലർ, റീസെൻ്റ്ലി അമരൻ, ഇതെല്ലാം നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത് ശ്രീഗോകുലം മൂവീസാണ്. ആൻഡ് മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചിത്രങ്ങളുടെ ഓൾ കേരള റിലീസ് മാത്രമല്ല ഓൾ ഇന്ത്യ റിലീസും നിർവഹിച്ചത് ശ്രീഗോകുലം മൂവീസാണ്. ആൻഡ് നൗ ഓൺ ബിഹാഫ് ഓഫ് ശ്രീഗോകുലം മൂവീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ഡ്രീം ബിഗ് ഫിലിംസിന്റെ പ്രൊപ്പറേറ്റർ ശ്രീ സുജിത് സാറിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. With a big round of applause, ladies and gentlemen, let's welcome Shri Sujit sir on the stage. Hi, good evening all. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. നേരത്തെ ആയിപ്പോയി നമ്മൾ, ബട്ട് റൈറ്റ് ടൈം ആണെന്ന് തോന്നുന്നു. And on behalf of Sri Gokulam Movies, I am very proud to be on this stage because ഈ ഒരു അസോസിയേഷൻ വിത്ത് ബാനർ ആയിക്കോട്ടെ, രാഗ മൂവീസ് പോലത്തെ ഒരു ബാനറിനോട് കൂടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വലിയ ബാനറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കിട്ടുന്ന ഒരു പ്രിവിലേജ് ആയിട്ട് തന്നെയാണ് ഗോകുലം മൂവീസ് കണ്ടിരിക്കുന്നത്. അതിനു പുറമെ ഐ വുഡ് ലൈക്ക് ടു ആഡ് വൺ മോർ ലൈക്ക് ടൊവിനോ തോമസിൻ്റെ ഒരു ചിത്രം ഗോകുലം മൂവീസ് ആദ്യമായിട്ടാണ് ഈ തിയേറ്ററിലോട്ട് എത്തിക്കുന്നത്. അതിൻ്റെ ഒരു പ്രിവിലേജ് നമുക്കുണ്ട്. സോ കഴിഞ്ഞ ഒരു നമുക്കറിയാം വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ARM, ഈ has become a pan Indian star. സോ നമ്മൾ ഈ ചിത്രവും ആ ഒരു സ്കെയിൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. കേരളത്തിൽ മാത്രമല്ല 5 ലാംഗ്വേജുകളിലും റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ, എസ്പെഷ്യലി ARMൻ്റെ റിലീസോട് ശേഷം അതിന് കഴിഞ്ഞ് അതിൻ്റെ OTT വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതർ സ്റ്റേറ്റ് മറ്റു സ്ഥലങ്ങളിലും ദുബായിലൊക്കെ പോകുമ്പോൾ മറ്റ് ലാംഗ്വേജിലുള്ള ആളുകൾ ARMനെ കുറിച്ച് വളരെ അപ്രിഷ്യേറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഹാർഡ് വർക്ക് ആൻഡ് എഫോർട്ട് വിച്ച് ഹി ഹാസ് പുട്ട് ഇൻ, അത് വളരെ വിസിബിളാണ് ആ പടത്തിൽ. അപ്പം ആ മൂവി കൊണ്ട് മലയാള സിനിമയ്ക്ക് തന്നെ നെക്സ്റ്റ് സ്കെയിലിലേക്ക് ഓൾ ഇന്ത്യ ലെവലിൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടി. ആൻഡ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ഈസ് എ പാൻ ഇന്ത്യൻ ആക്ടർ നൗ. സോ ആ ചിത്രം ആ ഒരു ലെവലിൽ വരേണ്ട ഒരു കണ്ടന്റ് റോയ് സാർ പറഞ്ഞു, അതേപോലെ രാജ് സാർ പറഞ്ഞു ഈ മൂവിയുടെ കണ്ടന്റ് അവരുടെ മേക്കിംഗ് പ്രൊഡക്ഷൻ ക്വാളിറ്റി അതിനെക്കുറിച്ച് പറഞ്ഞു. സോ ദർ ഇസ് നോ ഡൗട്ട് എനിക്ക് അതിനെ ഈ മൂവിയോട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്ന ഡയറക്ടർ അനസിനെയും അഖിലിനെയും. അപ്പോൾ അവരുടെ ഡെഡിക്കേഷൻ ലെവൽ അതിൻ്റെ കമ്മിറ്റ്മെൻറ്റ് 2 years അവരതിന് വേണ്ടി എടുത്ത എഫോർട്ട്, ആ എഫോർട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഗോയിങ് ടു പെയ്ഡ് ഓഫ്. അത് യാതൊരു ഡൗട്ടും ഉണ്ടാവില്ല. ഐ തിങ്ക് ദ ഓഡിയൻസ് ഷുഡ് ആക്സെപ്റ്റ് ദിസ് ഫിലിം ബിക്കോസ് അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ബാക്ക്ഡ്രോപ്പിൽ നടക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണ്. ആൻഡ് ഒരു മലയാള സിനിമയിൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് ത്രില്ലർ മൂവീസ് അല്ലെങ്കിൽ ആക്ഷൻ ജോണറിന് തന്നെ ഇതിൽ തുടക്കം കുറിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രൊഡക്ഷൻ വാല്യൂസിലോട്ട് എത്താനായിട്ട് പ്രൊഡ്യൂസേഴ്സിന് എൻകറേജ് ചെയ്യാനായിട്ട് രാജ് സാറിനെ പോലെ ഉള്ള ഒരു പ്രൊഡ്യൂസർ തന്നെ വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ധീരമായ സ്റ്റെപ്പ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ ഗൈഡ് ലൈൻ ഫോർ അതർ പ്രൊഡ്യൂസേഴ്സ് ഓൾസോ. ഇതേപോലത്തെ സ്കെയിലുള്ള മൂവികൾ പ്രൊഡ്യൂസ് ചെയ്യാനും ഇവിടെ മാർക്കറ്റ് ചെയ്യാനുമുള്ള സ്കോപ്പ് ഉണ്ടെന്നും ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയതിൽ അദ്ദേഹത്തിന് വലിയൊരു പങ്കുണ്ട്. സോ ജനുവരി ഫസ്റ്റ് വീക്കിലാണ് നമ്മൾ റിലീസ് ഉദ്ദേശിക്കുന്നത്. ജനുവരി ഫസ്റ്റ് വീക്കിൽ എല്ലാ 5 ലാംഗ്വേജുകളിലും തന്നെ റിലീസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരെല്ലാവരും അതിൻ്റെ ശ്രമത്തിലാണ്. സോ അധികം മറ്റൊന്നും സംസാരിക്കാനില്ല. എനിക്ക് പറയാനുള്ളത് മീഡിയ സുഹൃത്തുക്കളോടാണ്, പ്ലീസ് സ്റ്റാൻഡ് വിത്ത് അസ്. ഈ മൂവി അതിനർഹിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻ നിങ്ങൾ നൽകുക. ആ മൂവി അതിൻ്റെ യഥാർത്ഥ ഓഡിയൻസിലോട്ട് എത്തിച്ചേരുവാനുള്ള എല്ലാ എഫേർട്ടും നിങ്ങളാണ് അതിൻ്റെ മീഡിയം. സോ നിങ്ങളതിൻ്റെ കൂടെ നിൽക്കുമെന്ന് കരുതുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ കഴിഞ്ഞ ഓൾ ഇന്ത്യ ചെയ്ത ചിത്രം എന്ന് പറഞ്ഞാൽ മഞ്ഞുമൽ ബോയ്സ് ആണ്. അതിനുശേഷം വി ആർ വെരി കീൻ ഓൺ ദിസ് മൂവി ബിക്കോസ് ഇതേപോലെ ഒരു മൂവി ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. മീൻസ് അതിൻ്റേതായ പ്രൊഡക്ഷൻ വാല്യൂ ഉള്ളൊരു ചിത്രം ഒരു കേരളത്തിനെ സംബന്ധിച്ച് എല്ലാ ലാംഗ്വേജിലും ഡബ് ചെയ്യാനും എല്ലാ മാർക്കറ്റിലും പ്രസൻറ്റ് ചെയ്യാനും ഉള്ള ഒരു കണ്ടന്റും പ്രൊഡക്ഷൻ ക്വാളിറ്റിയും ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ജനുവരി ഫസ്റ്റ് വീക്ക് ടു റിലീസ് ദിസ് മൂവി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ആസ് ലൈക്ക് യു നമ്മളെല്ലാവരും ഈക്വലി എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാത്തിരിക്കുകയാണ് ജാനുവരിയിൽ ഐഡൻറ്റിറ്റിയുടെ റിലീസിന് വേണ്ടി. ആൻഡ് ഹി ജസ്റ്റ് സെഡ് ദാറ്റ് മലയാളത്തിലെ ഒരു നെക്സ്റ്റ് ലെവൽ ത്രില്ലിംഗ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ആക്ഷൻ ജോണർ ഫിലിമാണ് ഐഡൻറ്റിറ്റി എന്നുള്ളത്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും ടോമി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തൊരു റാപ്പിംഗ് അപ്പ് സ്പെക്ടാക്കുലർ ആക്ഷൻ സീൻസ് ഓഫ് ഐഡൻറ്റിറ്റി എന്നതുകൊണ്ട് ഹിൻറ്റ് ചെയ്തത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് വാട്ട് എക്സാക്ട്ലി ദാറ്റ് ഈസ് ഓൺ ജാനുവരി വെൻ ഐഡൻറ്റിറ്റി വിൽ ബി റിലീസ്ഡ് ഓൺ തിയേറ്റേഴ്സ്. ആൻഡ് നൗ മൂവിങ് ഓൺ, അടുത്തതായി നമ്മൾ ഐഡൻറ്റിറ്റിയുടെ കാസ്റ്റിലേക്ക് കടക്കുകയാണ്. ആൻഡ് there are lots many people who have acted in the film gathered here. And whom should I call first? I think ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ
ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആക്ടർ ആരാണെന്ന് ചോദിച്ചാൽ വിൽ ഡെഫിനറ്റ്ലി ഹാവ് ജസ്റ്റ് വൺ ആൻസർ. പവർഫുൾ ഡയലോഗ് ഡെലിവറി, മേ ബി ഓൺ ദ സ്ക്രീൻ ആൻഡ് ഓഫ് ദ സ്ക്രീൻ. ആൻഡ് ഹൂ ഇസ് ദാറ്റ്? This is one gentleman who's smiling at me right now. So let's give it up for Major Ravi. നല്ലൊരു കൈഡി നൽകി തന്നെ ഇതിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ നല്ല ആക്ടറായിട്ടോ അതൊന്നും ആ കുട്ടി പറഞ്ഞ പോലെ ഇല്ലായിരുന്നു. എനിക്ക് വേറെ ഫംഗ്ഷൻ വേണ്ട. അപ്പം ഓൾറെഡി ഇവർ പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ടായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അപ്രിസിയേഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ പടം തുടങ്ങുന്ന സമയം തൊട്ടിട്ട് അഖിലും അതുപോലെ തന്നെ അനസും ഇവരെൻ്റെ വീട്ടിൽ വന്നിട്ട് കഥ പറയുന്നുണ്ടായി. എന്തിനാണ് എന്നോട് ഈ കഥ പറഞ്ഞതെന്നുള്ള എനിക്ക് ആ സമയത്ത് ഒരു പിടിയില്ലായിരുന്നു. രാജു പറഞ്ഞയച്ചിട്ടായിരുന്നു. രാജുവിൻ്റെ ഒരു സഹോദരനാണ്. കണ്ടു കഴിഞ്ഞാൽ എന്നേക്കാൾ പ്രായം തോന്നും, പക്ഷേ എന്നേക്കാൾ 10 വയസ്സ് കുറവാണ്. അപ്പം അതുകൊണ്ട് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയസ്സ് 77 അപ്പോൾ രാജുവിന് 67 എനിവേ, ആ ഒരു മീറ്റിങ്ങിന് ശേഷം when I heard the story, പിന്നീട് ഞാൻ സത്യം പറയും, പകലിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാം, ഞാൻ രാജുവിൻ്റെ അടുത്ത് ചോദിച്ചു, ടോവിനോയിൽ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, രാജു എടാ ഇത് ഈ മലയാളത്തിൽ ഈ ബജറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബട്ട് ദ കോൺഫിഡൻസ് വാട്ട് ഹി ഗേവ് മീ. അതിനുശേഷം ഓരോ മൊമെൻറ്റിലും ടോവിയുടെ സപ്പോർട്ട് കിട്ടുന്ന സമയത്തും എല്ലാം എന്നോട് പറയും. ഞങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ടച്ചിലുണ്ടായിരുന്നു. ആ സമയത്ത് പറയും, ചേട്ടാ എനിക്കറിയില്ല എവിടെയാണത് പോകുന്നത്, പക്ഷെ നന്നായി എടുത്തിട്ടുണ്ട്. എവറി ടൈം ഹി ഈസ് ടു ടെൽ മീ ദാറ്റ് ചേട്ടാ എടുത്ത പോർഷൻസ് ആർ അമേസിങ്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വിട്ടോളൂ. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ടോവി ഈസ് സ്റ്റാൻഡിങ് വിത്ത് മീ. അത് കഴിഞ്ഞ് നൗ വെൻ ഐ ആം സീയിങ് റോയ് അഗെയിൻ മൈ ബ്രദർ, യു ആർ സപ്പോർട്ടിങ് ദിസ് തിങ് ബിക്കോസ് as he said, he is a businessman. So he saw the film, he got the confidence as his company's name, he got the confidence. So he took the film. And definitely, we can hope for a best film, very good action film. Whatever I saw this teaser, that gives you that feeling that, yes man, this is something apart. So, congratulations. Anyway, you have already crossed a milestone. Again, my friends have done that film, and afterwards, now this is going to be another milestone. I'm really sorry again, Akhil. You know, when I did my Kirth Chakra, you didn't tell me that you lost your mother. And I'm really sorry, my condolences. When I was doing my Kirth Chakra, my mother passed away. When I gave advance to Mohanlal, after 7 days, my mother passed away. Then Suchi saw the film. When Suchi saw the film, she called me up and said, Major, your mother is still here. Her blessings are there. So that will be there for you, for this film. Mothers, when they leave this, they'll give all the blessings to you for your success in the career. That is what is going to happen again. This is what is my words, and mark my words, it is going to happen. You are going to be one big guy going to be. Another thing about, one word about Toby. After his first film, I called him up when I saw his ABCD. And I met him where you might not be remembering, but I remember where the Hayat, now present Hayat Trishur. There I was coming back from Patabi. He came and met me next to the car. We both had a cigarette. Then I said, man, you're going for a long way. Hope you remember. Finally, we decided to do a film that is Picket 43. Unfortunately, so many producers are sitting out here. Let me tell you one thing. Out of you, so many people are so commercial, not passionate. So I had to. Then also I told him, Toby, I'm going to sell my property in Patami. We are doing the film. But then it didn't happen. Something happened, and Raju did the film and some other producer. All commercial line. But then we will do a film. I mean, if I don't die soon, then I'll do a film. So, anyway, thank you so much for calling me out here. No, I don't know whether I'll be able to reach there or not, but still, Raju, thanks a lot for that support what you gave to the producer and the directors and the actor. അവിടെ ഇരിപ്പുണ്ട് ഇടാ കൊച്ചു കള്ള നിന്നെ അജു നിന്നെ പറഞ്ഞത്. We all love you and everybody.
Vinay, we have worked together, but then we heard a lot about you. We have seen your work, and this is going to be one yardstick for you all. Okay, thank you so much. God bless you all. Especially what he said is right. The media, you people are the people who are going to make or break. So, Satyasandamayidu, give the review and let this film, every positive film, let it get a, no matter what it is, but give the positivity and spread it. Thank you so much. God bless you all. I wish all the best for the film, the entire crew. Thank you. God bless. താങ്ക് യു. ഞാൻ ആദ്യം വിചാരിച്ചു ഞാൻ രക്ഷപ്പെട്ടു എന്ന്. എല്ലാ യങ്സ്റ്റേഴ്സിനെയും വിളിച്ചപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു വിചാരിച്ചു. എല്ലാവരും നെർവസായിട്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നെർവസാണ്. ബട്ട് ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഈ പടത്തിൽ വന്ന് ഡ്രസ്സ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ അഭിനയിക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ അഭിനയിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ ടൈനൊരു നോട്ടിനൊരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ ക്രൂ മൊത്തം വെയിറ്റ് ചെയ്ത് നിൽക്കുക, അത് ശരിയാക്കിയിട്ടേ ഷൂട്ട് ചെയ്യണുള്ളൂ എന്നുള്ള രീതിയിൽ. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ആ ഡയറക്ടേഴ്സിൻ്റെയും അല്ലെങ്കിൽ ആ ടീമിൻ്റെ ആ ക്വാളിറ്റി എനിക്ക് ആ നിമിഷം മനസ്സിലായി. അതെനിക്ക് അതിനുശേഷം ഞാൻ ഫുൾ പക്കയായിട്ടാണ് എപ്പോൾ വിളിച്ചാലും റെഡി 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 ആ സാധനത്തിലാണ് നിൽക്കേണ്ടത്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രയും ഒരു മൈന്യൂട്ട് സാധനം പോലും ഒരു പൊട്ട് പോലെ ഒരു സാധനം പോലും അത് കളഞ്ഞിട്ട് അവർ ചെയ്യുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഐ എം പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ല, ഒരൊറ്റാളുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഫാൻ ബോയ് മൊമെന്റ് ആണോ? ഞാൻ പറഞ്ഞതല്ല, ധ്രുവൻ പറഞ്ഞതാ. ഞാൻ കേട്ടത് തിരിഞ്ഞു പോയതാണ്. അത് ഞങ്ങൾ മാത്രമേ അഭിനയിച്ചുള്ളൂ, ബാക്കി എല്ലാവരും കൂടെ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. മൈ മിസ്റ്റേക്ക്, സോറി. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് മൊമെന്റ് ആണ്, അത് കറക്റ്റ് ആണല്ലോ. ബട്ട് സ്റ്റിൽ ഫാൻ ബോയ് അല്ലാന്ന് ടോബി പറയുന്നു. ഓക്കെ, ഹീസ് ടെല്ലിങ്. എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ. എവ്രിബഡി ഈസ് എ ഫാൻ ബോയ് ഓഫ് യു. അതിപ്പോൾ എത്ര സിനിമയിൽ അഭിനയിച്ചാലും ആ ഒരു ഫാൻ നമുക്ക് മനസ്സിൽ തോന്നുന്നു. ഫാൻ എന്ന് ആ ഒരു ആരാധന നമുക്ക് മനസ്സിൽ തോന്നുമ്പോൾ ഇറ്റ് സ്റ്റിൽ ദെയർ. അത് എത്ര പോയി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ദെയർ. ശരിയല്ലേ? യെസ്. In my defense, he's a great. Thank you so much. All the best. Congratulations. Let's see the film in theaters. And almost എല്ലാവരുടെയും വാക്കുകൾ നമ്മൾ കേട്ടു. And now we are narrowing down into just 2 more people. And അടുത്ത വ്യക്തിയെ സ്റ്റാറിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നതിന് മുന്നേ let's go back to 2007. And Savik just said about a song. ഇന്നും നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആണ്. വരുമ്പോൾ പാട്ട് കേട്ടു എന്ന് നമ്മൾ കേട്ടു. സോ നൗ യു അണ്ടർസ്റ്റുഡ് വാട്ട് ദാറ്റ് സോങ് ഇസ്. ഉന്നാലെ ഉന്നാലെ 2007 and in 2024 we still listen to that, we still enjoy to that. So 2007 മുതൽ we have been crushing over you, we have been loving you, we Malayalis have been loving you from that age, and now you are once again being a part of Malayalam film. ഏത് സിനിമയാണെങ്കിലും like you just put your mark there. അത് ഉന്നാലെ ആണെങ്കിലും അതിനുശേഷം തുപ്പരിവാലൻ, in Christopher, Hanuman, we can say the name of the films and you just put your signature in there, and that's the reason why we are still crushing over you very badly and loving over you. So now ladies and gentlemen, with a big round of applause, let's give it up for the one handsome gentleman we have here, who is Vinay Roy. Yes. We are very excited that you are here in Kerala with us now in this evening. We are so excited you're once again being a part of Malayalam film, and I can see your enthusiasm as well. And yes, what do you have to say to us now? Thank you, you've been really kind. First, let me start by thanking Raju Malian sir from Ragam Movies. Like Major Ravi sir had told, 18 years of my career, I have never come across a producer so passionate about cinema. The reason I have this conversation with you was on set while we were filming, and I got to meet Raju sir, and he gave me his whole history of movie making since '79. He's quite a stalwart in this industry, and it's his passion that drives us. Dr. Roy CJ sir, fellow Bangalorean, I would go past your office almost every day, very close to Baldwin's, if I'm not wrong. And it's great to have you on board, and I can confidently say that our product is
in good hands with you. But thank you so much for having you on board, sir, and Rajamouli, sir. Coming to the main three people that I thank more than anything about this project, the director Akhil Paul, Anas Khan, and Tovino. From me as an actor in 18 years of my career, I just want to say thank you for having me on board. Thank you for giving me the opportunity. I mean it from the bottom of my heart. It's been memories I'll never forget for the rest of my life. It's an opportunity I think every actor yearns for. I mean it from the bottom of my heart. I do not know the fate of this movie. I always hope and pray for the best. But for the memories, the work, the fun, and all the sentiments we've shared for almost a year, I miss you guys terribly. I really miss you guys terribly. The story started with Akhil coming to Chennai and telling me this the script. And I immediately called, I hadn't met Tovino by then. I called up Tovi and I said, Tovi, I'm doing this movie no matter what. That's the strength of the script and how good this project is going to be. The other person I'd like to thank is Trisha for joining this project. I've had the pleasure of working with her 12 years before, and I worked with her again. To the lead actor, Tovi. I hadn't met Tovi before. And the first time we met on set, we got along brilliantly. He walks in with this incredible smile, bringing in great energy to the set. And I think whatever work you get to see from me is all the best that he can give, brought out of me. So thanks, Tovi. Thank you for everything. It's been nothing short of a privilege, man, sharing time with you, speaking to you about our passion for movies, our journey to cinema over here. Personally, in my 18-year career, I don't know if it's satisfaction, happiness, this truly has been the best project I've been a part of, and I always believe a good project is because of the people you work with, and this has been 100% right. So thank you everyone. I see a lot of faces over here, people who have been a part of the Identity family. Anis, you and your great art direction. Every day I used to work in your sets, I learned so many new things about you. Gayatri with your costumes, Andrew with the CG. Anas, thank you for being a great teacher. Aju, who we had a great time shooting. Just a clue, I report a lot to him. So to him, Shami Tilikat sir, and Bijoy Jakes. And Jakes Bobby, I haven't met you, but I heard the music, it was incredible. To this wonderful set of ADs who kept troubling me in this 1 year. Abile, Abidabe, and Bobby Chenda and Stija, and a host of you all who have been a family to me for 1 year. Believe me, it's been nothing short of memorable. I wish you the best, all of you. I hope this movie does really well. I've got my prayers and I stand behind this project 100%. Thank you so much. God bless you all. Thank you. Thank you very much. So I have a very humble request. തുടക്കത്തിൽ രാജു സാറ് പറഞ്ഞിരുന്നു ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഹിറ്റായി നിൽക്കുന്ന ടൈമാണ് ഫിലിംസ് ആർ ഫോർ യങ്സ്റ്റേഴ്സ് എന്ന്. സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ടൈം ഫോർ മീ ടു വെൽക്കം ദ യങ് ആക്ടേഴ്സ് ഓഫ് എ ഫിലിം ഓൺ സ്റ്റേജ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ദ വണ്ടർഫുൾ ആക്ട്രസ് ഹു ഹാവ് ജോയിൻഡ് us here today. I think she is quite busy at the moment. Gopika, yes. We welcome you on stage. നല്ലൊരു കൈയ്യടി നൽകി തന്നെ ഗോപികയെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. Hi, good evening. My hands are not free, or else I could give a shake hand to you. So yes, you can use this microphone. Hello. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു. ഐ തിങ്ക് ഞാനിപ്പം സിനിമ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. അതിലെ ആദ്യത്തെ ഏറ്റവും വലിയൊരു ഇവൻറ്റ്സിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം സംസാരിക്കുന്നത്. സോ ഐ കുറച്ച് നെർവസ്. ബട്ട് എനിവേസ്, ഐഡൻറ്റിറ്റി ജേർണി തുടങ്ങിയത് ജാനുവരി സമയത്തായിരുന്നു. അഖിലേട്ടൻ ഓഡിഷന് വിളിക്കുന്നു. ഓഡിഷൻ വിളിച്ചു, ഓഡിഷൻ കഴിഞ്ഞു. ഓഗസ്റ്റ് ആയപ്പം വീണ്ടും ഈ പറഞ്ഞ പോലെ വീണ്ടും അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്ലോ ആയി ഇത്
ഇതിൻ്റെ പ്രോസസ്സ്. എന്നിട്ട് ഓഗസ്റ്റ് ആയപ്പോൾ വീണ്ടും ഇത് തുടങ്ങി. വീണ്ടും ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ച് വാങ്ങിച്ച റോളായിരുന്നു. അപ്പം അങ്ങനെ അവർ ചെയ്യുന്ന ആൾക്കാരും അല്ലാത്ത കാരണം അവരൊരു ഓഡിഷൻ വീണ്ടും വെച്ചു, വീണ്ടും ചെയ്തു. താങ്ക് യു അഖിൽ, Paul and Anushka for trusting me and giving me നീരജ. വേറെ ഒരു സംഭവം ചെയ്തെന്ന് വെച്ചാൽ ഇവരെന്നെ മുടി മുറിച്ചു. ഒരു സാധനം ഫ്രീ ആയിട്ട് വരത്തില്ല. അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ മുടി മുറിച്ചു. അങ്ങനെ ഇപ്പോൾ 1 വർഷമായി ഞാനിപ്പം ഷോർട്ട് ഹെയറിലാണ്. That they gave me. Thank you for that experience as well. And it was really wonderful working. ഞാൻ ആദ്യം തന്നെ ഐഡന്റിറ്റി എന്ന പ്രോജക്റ്റ് കേട്ടപ്പോൾ ഇത് ആദ്യമേ ബിഗ് സ്കെയിൽ തന്നെയായിരുന്നു ഫോർ മീ. ബിക്കോസ് ടോവിനോ ചേട്ടനുണ്ട്, തൃഷ മാം, വിനയ് സർ, എവരിവൺ, വണ്ടർഫുൾ കാസ്റ്റ്. സോ ഐ വാസ് ലൈക്ക് ജാക്ക്പോട്ട്. സോ പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസർ രാജു സാറിന് ആദ്യം മീറ്റ് ചെയ്യാൻ പോയി. രാജു സാറും എന്നെ വിശ്വസിച്ചു, എനിക്ക് നീരജ തന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. Yeah, it was a really wonderful experience. I really want to mention Archana Kavi. She was there. She was along with me throughout this journey. So we all miss her now. And ബാക്കിയുള്ള എല്ലാവരും കൂടെ ഈ പറഞ്ഞ വലിയൊരു ജേർണി ആയിരുന്നു. സോ ഇറ്റ് വാസ് എനിക്ക് എൻ്റെ കോളേജ് കഴിഞ്ഞിട്ട് വീണ്ടും സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് കിട്ടിയൊരു പ്രോജക്റ്റ് ആയിരുന്നു ഐഡന്റിറ്റി. സോ ദാറ്റ് വേ ഇറ്റ് ഇസ് വെരി മെമ്മറബിൾ ഫോർ മീ ആൻഡ് ഇറ്റ് വാസ് റിയലി എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ജാനുവരി ഫസ്റ്റ് വീക്കിൽ എല്ലാവരും റിലീസും, എല്ലാവരും ഐഡന്റിറ്റി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആൻഡ് പ്ലീസ് കീപ് സപ്പോർട്ടിങ് അസ് ആസ് യു കീപ് സപ്പോർട്ടിങ് അസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നെർവസ്നെസ് കുറഞ്ഞോ? അത് എപ്പോഴും എന്നും ഉണ്ടാവും. നെർവസ്നെസ് മാറിയെങ്കിൽ can you tell us what was your favorite moment in the set of Identity? Cool ആയിട്ട് നെർവസ്നെസ് ഇല്ലാതെ if you can think about one favorite memory from the set. I think ആ സെറ്റിൽ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി നടക്കുന്ന ആളായതുകൊണ്ട് ഞാനും പറഞ്ഞു തന്നെയായിരുന്നു. അപ്പം ഇൻ എ വേ നമ്മളെപ്പോഴും we were like always running behind, going there. Every day is like particularly ഒന്ന് കോട്ട് ചെയ്യാനായിട്ടില്ല അല്ലേ? എൻ്റെ ക്യാരക്ടർ അങ്ങനെ മെമ്മറബിൾ ആക്കാൻ പറ്റുന്ന ക്യാരക്ടർ അല്ലായിരുന്നു. അപ്പം അങ്ങനെ let's see that in the yeah, hopefully. Yes. Thank you so much. You look very pretty.